വിശദമായി നോക്കാം. കൊല്ലത്തെ ക്ഷേത്ര ഉത്സവത്തിലെ ഗാനമേളയിൽ RSS ഗണഗീതം. കൊല്ലം മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഗണഗീതം പാടിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണിത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോട്ടുക്കൽ സ്വദേശി പ്രദീൻ പോലീസിൽ പരാതി നൽകി. ക്ഷേത്ര പരിസരത്ത് RSSന്റെ കൊടിത്തോരണങ്ങൾ കെട്ടിയതിനെതിരെ ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് അഖിൽ ശശി പരാതി നൽകി. കർശന നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ലല്ലു ചേരുകയാണ്. ലല്ലു, കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് തന്നെ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയരുകയാണ്. ഏത് തരത്തിലാണ് പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നത്? ദേവസ്വം ബോർഡും പോലീസും ഈ പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ക്ഷേത്രം അധികൃതർ പറയുന്നത്? കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദം നമുക്ക് ഉണ്ടാക്കിയ പൊല്ലാപ്പ് നമുക്കറിയാം. ഏതാണ്ട് കടയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും അധികം അകലെയല്ലാതെ ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മഞ്ഞിപ്പുഴ ദേവസ്വത്തിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം. മഞ്ഞിപ്പുഴ ഭദ്രകാളി ക്ഷേത്രം എന്നൊരു പ്രശസ്തമാണ് ഈ അമ്പലം. അവിടെ ഇന്നലെ ഉത്സവത്തിനിടെ നടന്ന ഗാനമേളയിലാണ് ഈ RSS ഗണഗീതം പാടിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗാനമേളയുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആദ്യ ഗാനം ഗണഗീതം തന്നെ പാടിക്കൊണ്ടാണ് ഗാനമേള തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനാലാപനം പരാതിയായി വിവാദമായതുപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പോലീസിനും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്രം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉള്ള വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും സ്പോൺസർമാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ പാട്ട് പാടിയത് എന്നാണ് ഗാനമേള ടീം വ്യക്തമാക്കിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. നാഗർകോവിൽ നിന്നുള്ള ഗാനമേള സംഘമാണ് ഈ പരിപാടി അവതരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ വിവാദമായിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. ഗണഗീതം മാത്രമല്ല, ഈ ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകളാകിയ RSSന്റെയും ബജ്രംഗ് ദളിന്റെയും പതാകയും കൊടിതോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് എന്നാണ് പരാതിയിൽ പറയുന്നത്. അടിയന്തരമായി ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനും ദേവസ്വം ബോർഡിനും CPMന് പ്രാദേശിക ഘടകം പരാതി നൽകിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച വിപ്ലവഗാനാലാപനം വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. അതിന് ക്ഷേത്രോപദേശ സമിതിയെ പിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത് ചെന്നെത്തുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പറയുകയും ചെയ്തതിന് പിന്നാലെയാണ് കടയ്ക്കൽ നിന്നും അധികം അകലെയല്ലാതെ കോട്ടുക്കൽ ക്ഷേത്രത്തിൽ ഇത്തരമൊരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ പ്രദേശം നമുക്കറിയാം, നേരത്തെ കവി കുരിപ്പുഴ ശ്രീകുമാരനെതിരെ പ്രതിഷേധമുണ്ടായ ഒരു സ്ഥലം നമുക്കറിയാം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കവി കുരിപ്പുഴ ശ്രീകുമാരനെതിരെ പ്രതിഷേധമുണ്ടായ സ്ഥലം കൂടിയാണ് ഈ പ്രദേശം എന്ന് വെക്കണം. ഏതായാലും ഈ സംഭവം വലിയ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും മറ്റും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ലല്ലു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവഗാന ആലാപനം അത് വലിയ രീതിയിൽ വിവാദമായതാണ്. ഹൈക്കോടതി വരെ എത്തിയ വിഷയമാണ്. ഹൈക്കോടതി ആ വിഷയം പരിഗണിക്കുമ്പോൾ വലിയ രൂക്ഷമായ വിമർശനവും ആ ഘട്ടത്തിൽ ഉന്നയിച്ചതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കരുതെന്ന് താക്കീതും നൽകിയതാണ്.
ആ കടയ്ക്കൽ ദേവീക്ഷേത്രത്തിനോട് സമീപത്ത് തന്നെ മഞ്ഞിപ്പുഴ ദേവീക്ഷേത്രത്തിലാണ് ഇപ്പോൾ RSSന്റെ ഗണഗീതം ഗാനമേളയിൽ പാടിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയരുന്നത്.